കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 102 സീറ്റുകളോടി കോൺഗ്രസ് ഒരു വലിയ വിജയമാണ് കരസ്ഥമാക്കിയത്. ഇപ്പോൾ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ മുഖ്യമന്ത്രി ആരാ എന്നുള്ളതാണ്. അതിനൊരു അവസാന തീരുമാനത്തിനായി ഇന്ന് തിരുവനന്തപുരത്ത് നിർണായക ചർച്ചകൾ നടക്കുകയാണ്. AICC നിരീക്ഷകർ എത്തിയിട്ടുണ്ട്. അവർ MLA-മാരുമായി സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ പല വിധത്തിൽ, അതായത് ചെന്നിത്തലയ്ക്ക് വേണ്ടി AK ആന്റണിയും VM സുധീരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ രംഗത്തെത്തുന്നു. ഒപ്പം തന്നെ ഈ പറയുന്ന VD സതീശന് വേണ്ടിയിട്ടും MLA-മാരെത്തുന്നു. KC വേണുഗോപാലിന് വേണ്ടിയിട്ടും MLA-മാരൊക്കെ എത്തുന്ന ഒരു സാഹചര്യം. ഇവിടെ ആര് മുഖ്യമന്ത്രിയാകും? VD ആകുമോ, KC ആകുമോ, ചെന്നിത്തലയാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നതിനിടയിൽ ചെന്നിത്തലയെ പിന്തള്ളിക്കൊണ്ട് ഏതായാലും VD-യും KC വേണുഗോപാലും അവസാന ലാപ്പിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിൽ VD ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ പുതിയ ചില സംഭവ വികാസങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. കാരണം VD സതീശന്റെ പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ളത് 9 MLA-മാരാണ് കൂടെ ഉണ്ടായിരുന്നത് എന്നാണ് ആദ്യം കരുതിയത്. ഇപ്പോൾ 9 MLA-മാരില്ല, 5 പേരാണ്. ഒരുപക്ഷെ 5-ൽ നിന്നും താഴ്ന്നേക്കാം. അതായത് MLA-മാരുടെ വലിയ പിന്തുണ VD സതീശൻ ഇല്ല എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും K സുധാകരനും സണ്ണി ജോസഫും അടക്കം KC വേണുഗോപാലിന് പിന്നിൽ അണിനിരക്കുമ്പോൾ ബഹുഭൂരിപക്ഷം MLA-മാരും KC-യെ പിന്തുണയ്ക്കുമ്പോൾ KC മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്ന് തന്നെ നമുക്ക് സ്ഥിരീകരിക്കേണ്ടി വരും. VD സതീശനെ സംബന്ധിച്ച് അണികൾക്കിടയിൽ പിന്തുണ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വഴിയോരങ്ങളിലുള്ള ഫ്ലെക്സുകളും ഒപ്പം തന്നെ പന്തംകുളത്ത് പ്രകടനങ്ങളും ഒക്കെ നടക്കുന്നത്. ഏതായാലും അതിനപ്പുറത്തേക്ക് MLA-മാർക്കിടയിൽ വലിയ സ്വാധീനം VD സതീശന് ഇല്ല എന്ന് മാത്രമല്ല, പിന്തുണയ്ക്കാൻ പോലും വിരലിൽ എണ്ണാവുന്ന MLA-മാർ പോലും ഇല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അത്തരത്തിൽ കൂടുതൽ MLA-മാരുടെ പിന്തുണ ഇപ്പോൾ KC ഗ്രൂപ്പിനാണ്. 47 MLA-മാരുടെ പിന്തുണ ഉണ്ട് തനിക്കെന്ന് നേരത്തെ തന്നെ അദ്ദേഹം പറയാതെ അദ്ദേഹത്തിന്റെ അനുയായികൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ K സുധാകരനും സണ്ണി ജോസഫും കൂടി അത് ശരിവെക്കുന്നുണ്ട്. പക്ഷേ ലീഗിന് താല്പര്യം VD സതീശനാകുന്നതാണ്. പക്ഷേ കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമാണ്, അതിൽ ലീഗിന് ഇടപെടേണ്ട കാര്യമില്ല എന്നുകൂടി അവർ പറഞ്ഞു വെക്കുമ്പോൾ തങ്ങളുടെ അഭിപ്രായം പറയുകയും VD സതീശൻ തങ്ങളുടെ പിന്തുണ അറിയിക്കുകയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ കാര്യങ്ങളിൽ ഞങ്ങൾ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് പറയും. കാരണം കോൺഗ്രസിന് ഇപ്പോൾ 62 സീറ്റുണ്ട്, അവർക്ക് തന്നെ നിശ്ചയിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ലീഗിന്റെ ഒരു തിട്ടൂരത്തിന് വഴങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് KC കേരളം നയിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.